കേരളത്തിന്റെ ജനവിധി അറിയാൻ ഇനി വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. കേരളം ഏത് മുന്നണിക്കൊപ്പം? തെരഞ്ഞെടുപ്പ് ദിവസം വരെ അറിയേണ്ട എല്ലാ വിശദാംശങ്ങളും പക്ഷമില്ലാതെ മൈഫിൻ TV നിങ്ങളിലേക്ക് എത്തിക്കുന്നു. പ്രത്യേക തെരഞ്ഞെടുപ്പ് അവലോകനം പോൾ പൾസ്. എറണാകുളം ജില്ലയിലെ LDFന്റെ ഉറപ്പായ സീറ്റുകളിലൊന്നാണ് കളമശ്ശേരി നിയോജക മണ്ഡലം. നിലവിലെ വ്യവസായ വകുപ്പ് മന്ത്രി P. രാജീവ് തന്റെ ഭരണ നേട്ടങ്ങളും മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളും ഉയർത്തിക്കാട്ടി വോട്ട് തേടുമ്പോൾ തങ്ങളുടെ പഴയ തട്ടകം തിരികെ പിടിക്കുക എന്ന ലക്ഷ്യവുമായി UDF അന്തരിച്ച മുൻ മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞിന്റെ മകനായ VE അബ്ദുൾ ഗഫൂറിനെ ഒരിക്കൽ കൂടി അംഗത്തിനിറക്കുകയാണ്. അതേസമയം NDAക്ക് വേണ്ടി BDJS സ്ഥാനാർത്ഥി MP ബിനു ശക്തമായ സാന്നിധ്യം അറിയിക്കാൻ രംഗത്തുണ്ട്. വിശദാംശങ്ങളുമായി വിവേക് കീർത്തിയാണ് നമ്മോടൊപ്പം ചേരുന്നത്. വിവേക്, കളമശ്ശേരി മണ്ഡലത്തിലെ കാറ്റ് ഇടത്തോട്ട് തന്നെ ആയിരിക്കുമോ? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? സംസ്ഥാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. നാളെ വൈകിട്ടോടുകൂടി പരസ്യ പ്രചാരണം അവസാനിക്കും. മൂന്ന് മുന്നണികളും ശക്തമായ പരസ്യ പ്രചാരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മൂന്ന് മുന്നണികളും വളരെയധികം പോരാട്ടവും കാഴ്ചവെച്ചു. ദേശീയ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ കേരളത്തിലെത്തി പ്രചാരണം കൊഴുപ്പിക്കുകയും ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ കേരളത്തിലെത്തി പ്രചാരണത്തിന് കൊഴുപ്പേകി. പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ളവർ കേരളത്തിലെത്തുകയും ചെയ്തു. എന്തായാലും വലിയൊരു പോരാട്ടമാണ് മൂന്ന് മുന്നണികളും ഇത്തവണത്തെ പ്രചരണത്തിന് കൊഴുപ്പേകിയത്. എന്തായാലും അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കുമ്പോൾ എറണാകുളം ജില്ല പരിശോധിക്കുകയാണ്. ഇവിടെ LDFന്റെ ഷുവർ സീറ്റായ കളമശ്ശേരി മണ്ഡലത്തിൽ നിലവിലെ വ്യവസായ മന്ത്രിയായ P. രാജീവ് തന്നെയാണ് വീണ്ടും അംഗത്തിനിറങ്ങുന്നത്. UDFന് വേണ്ടി ഇറങ്ങുന്നത് VA അബ്ദുൾ ഗഫൂർ ആണ്, മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയാണ്. BDJSന് വേണ്ടി ഇറങ്ങുന്നത് NDAക്ക് വേണ്ടിയിട്ട് MP ബിനു ആണ് BDJSന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്. കളമശ്ശേരി മണ്ഡലത്തിൽ പ്രധാനമായിട്ടും LDFും UDFും തമ്മിലാണ് മത്സരം. ഇതിനു മുമ്പ് UDFന്റെ മണ്ഡലമായിരുന്നു കളമശ്ശേരി. അത് LDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് വന്ന P. രാജീവ് ഈ മണ്ഡലം പിടിച്ചെടുക്കുകയായിരുന്നു. എന്തായാലും ഈ മണ്ഡലം തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് UDF വീണ്ടും മത്സര രംഗത്ത് ഇറങ്ങുന്നത്. കഴിഞ്ഞ തവണത്തെ സ്ഥാനാർത്ഥികൾ തന്നെയാണ് LDFന് വേണ്ടി മത്സരിക്കുന്ന രാജീവും UDFന് വേണ്ടി മത്സരിക്കുന്ന അബ്ദുൾ ഗഫൂറും മത്സരിക്കാൻ നോക്കുക. 2021 നിയമസഭാ ഫലം ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ കളമശ്ശേരിയിൽ വ്യക്തമായ ഒരു വിധി തന്നെയായിരുന്നു. CPMലെ രാജീവിന് 77,141 വോട്ടുകൾ നേടിയാണ് വിജയിക്കുന്നത്. അന്ന് VA അബ്ദുൾ ഗഫൂറിന് ലഭിച്ചത് അന്ന് പരാജയപ്പെടുത്തിയത്. അബ്ദുൾ ഗഫൂറിന് അന്ന് ലഭിച്ച വോട്ടുകൾ 61,805 വോട്ടുകളാണ് ലഭിച്ചത്. അന്നത്തെ BDJS സ്ഥാനാർത്ഥിയായിരുന്ന PS ജയരാജിന് 11,179 വോട്ടുകൾ നേടി മൂന്നാം സ്ഥാനത്തെത്തി. ഉയർന്ന പോളിംഗ് ശതമാനം മണ്ഡലത്തിലെ രാഷ്ട്രീയ ജാഗ്രതയും തുറന്നു കാട്ടി. ഉയർന്ന പോളിംഗ് ശതമാനമാണ് കഴിഞ്ഞ പ്രാവശ്യം ഈ മണ്ഡലത്തിൽ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ വിധി സൂചനകൾ നൽകുന്നത് ഇടതുപക്ഷത്തിന്റെ സംഘടനാ കാര്യത്തിനും തൊഴിലാളി സംഘടനാ കാര്യത്തിനും ഒക്കെ പ്രാധാന്യമുള്ള ഒരു മണ്ഡലമാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ ഏറ്റുപറഞ്ഞിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പായിരിക്കും ഇത്തവണ നടക്കുന്നത്. എന്തായാലും UDFനെ സംബന്ധിച്ച്, മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് അവരുടെ ഒരു സീറ്റായിരുന്നു. അത് തിരിച്ചു പിടിക്കുക എന്നുള്ളത് അവരുടെ ഒരു അഭിമാന പോരാട്ടമാണ്. അതോടൊപ്പം തന്നെ ഈ മണ്ഡലം നിലനിർത്തുക എന്നുള്ളതും LDFന്റെ ഒരു അഭിമാന പോരാട്ടമാണ്. എന്തായാലും ഒത്തിരി സ്റ്റാർട്ടപ്പുകളും വ്യാവസായിക വികസനങ്ങളും ഒക്കെ കൊണ്ടുവന്ന ഒരു മണ്ഡലമാണ്. അതുപോലെ അത്തരത്തിൽ വികസനങ്ങൾ എത്തുകയും നഗരം കേന്ദ്രീകരിച്ചുള്ള വികസനങ്ങൾ ഉൾപ്പെടെ നടന്നിട്ടുള്ള ഒരു മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ LDFന് ഒരു ഷുവറാണ് ഈ സീറ്റ് എന്നുള്ള കാര്യത്തിൽ LDFന് മറ്റൊരു ചിന്തയില്ല. എന്തായാലും LDF തന്നെ വീണ്ടും, അതായത് P. രാജീവിന് ഒരിക്കൽ കൂടി ഈ മണ്ഡലത്തിൽ വിജയിച്ചു വരും എന്നുള്ള പ്രതീക്ഷയാണ് നിലനിൽക്കുന്നു. അതോടൊപ്പം തന്നെ ഈ നഗരത്തിലെ പല പ്രശ്നങ്ങളുണ്ട്, മാലിന്യ പ്രശ്നങ്ങളുണ്ട്. അത്തരത്തിൽ ഒത്തിരി മാലിന്യ പ്രശ്നങ്ങൾ, പുക അങ്ങനത്തെ ശ്വസിക്കുന്ന മറ്റു രോഗങ്ങളെക്കുറിച്ചുള്ള അത്തരം കാര്യങ്ങളിലൊക്കെ അവിടെ വിട്ടുവീഴ്ചകൾ അല്ലെങ്കിൽ വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നുള്ള ഒരു ജന അഭിപ്രായമുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങളും വോട്ടായിട്ട് പ്രതിഫലിക്കുകയും ചെയ്യും. എന്തായാലും വലിയൊരു വികസനം ഈ ടെക് മേഖലകളിലൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട്. അത് വ്യവസായ മേഖലയിൽ വലിയ വികസനങ്ങൾ കൊണ്ടുവന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ P. രാജീവിന് ലഭിച്ചേക്കുന്ന ഒരു മുൻഗണന എന്ന് പറയും ഇത്തരത്തിൽ വ്യവസായങ്ങൾ കൊണ്ടുവരികയും വികസനങ്ങൾ കൊണ്ടുവരികയും നല്ല മന്ത്രി എന്നുള്ള ഒരു പ്രതിച്ഛായ ഉള്ളതുകൊണ്ട് തന്നെ LDFന് ശുഭപ്രതീക്ഷയുള്ള സീറ്റാണ്. പക്ഷേ ഇതൊരു അട്ടിമറിയിലൂടെ ഈ സീറ്റ് തിരിച്ചു പിടിക്കുക എന്നുള്ള ലക്ഷ്യമാണ് മുസ്ലിം ലീഗ് അല്ലെങ്കിൽ UDF ലക്ഷ്യമിടുന്നത്. കഴിഞ്ഞ തവണ വാശിയേറിയ പോരാട്ടം തന്നെയാണ്
ഈ LDFും UDFും തമ്മിൽ ഈ മണ്ഡലത്തിൽ ഉണ്ടായത്. അതോടൊപ്പം തന്നെ BDJSന് തങ്ങളുടെ വോട്ട് വിഹിതം NDAക്ക് വോട്ട് വിഹിതം ഉയർത്തുക എന്നുള്ള ലക്ഷ്യത്തോടെ അവരും പ്രചാരണ രംഗത്തുണ്ട്. എന്തായാലും LDFിന്റെ സിറ്റിംഗ് സീറ്റാണ്, ഷുവറായിട്ടൊരു സീറ്റ് അവർ പ്രതീക്ഷിക്കുന്നു. പക്ഷേ അട്ടിമറിയിലൂടെ UDF ഇത് തിരിച്ചുപിടിക്കാനുള്ള ശ്രമവും പ്രചാരണവും ഈ മണ്ഡലത്തിൽ ഒഴുക്കുകയാണ്. ശക്തമായ മത്സരം തന്നെയാണ് ഇത്തവണ നടക്കുക. പ്രചാരണങ്ങൾ കൊഴുപ്പിക്കുകയാണ് മുന്നണികൾ. എന്തായാലും P രാജീവിന് ഒരു മുൻതൂക്കം ഉണ്ട് എന്ന് തന്നെ പറയാം. എന്നാൽ കൂടി കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട സീറ്റ് തിരിച്ചു പിടിക്കാനുള്ള ഒരു ശ്രമം UDFിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും. വിശദാംശങ്ങളാണ് വിവേക് കീർത്തി നൽകിയത്. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.